നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി അവതരിപ്പിക്കുന്നതിന് വികസന സെമിനാർ നടത്തി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ നടത്തിയത്. വികസന സെമിനാർ കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. വിദഗ്ധന്മാർ ഉൾപ്പെടെ കർമ്മസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ വീറും വാശിയും കാണിച്ച 14 സമിതികളിലായി ആദ്യത്തെ സമിതിയിൽ 23 പേരും പിന്നുള്ള സമിതികളിൽ 19, 14, 16 എണ്ണവും. ഞാൻ വരാത്തവരെ കുറ്റപ്പെടുത്തുന്നതല്ല, വരാൻ കഴിയില്ല, പിന്നെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ വലിയ കാര്യമില്ല, ഒരു കാര്യമില്ല. വരുന്നവരെ ഉൾപ്പെടുത്തി നന്നായിട്ട് കൊണ്ടുപോവുക. ഇതാണെങ്കിൽ പേപ്പറിലാണെങ്കിൽ എല്ലാ ആളുകളുടെ പേരച്ചടിച്ചതിൽ എനിക്ക് ഒന്നുമില്ല. കാരണം എന്തറിയോ, അവരും കൂടെ ഉൾപ്പെടുന്ന സമിതിയുടെ ഭാഗമായിട്ട് ഒരു കരട് രേഖ തയ്യാറാക്കി അതുകൊണ്ട് പഞ്ചായത്തിലെ ത്രിതല പഞ്ചായത്തുകളിലെ മെമ്പർമാരെ വിളിച്ചൊരു എന്ത് നടത്തി, ഗ്രാമസഭ ഇവര് നടത്തി. ആ ഗ്രാമസഭയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ആലോചിച്ചതിന്റെ കരടുരേഖ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ആലോചനയിൽ പങ്കാളികളായ ആളുകളൊക്കെ വരണ്ടേ? വന്നവര് ഭാഗ്യമല്ല, വരാത്തവര് ആലോചിച്ചാൽ മതി. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയുന്നില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി പറയുന്നത്. സെമിനാറിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കെ നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുഗന്ധി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ ദിനേശ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.